എന്താ ഇത്? ഏയ് ഞാനല്ല, ഇവനാ. ഞാനോ? അപ്പനല്ലേ? ചുമ്മാ ഇരിയടാ, നീ തന്നെ. എന്റെ എന്തോ ഒന്ന് തറയില്. അങ്ങനെ ഇപ്പോൾ മുങ്ങാൻ നോക്കണ്ട. പറഞ്ഞതിൽ നിന്ന് ഒരു മാറ്റവും ഇല്ല. ഈ മുറിയിൽ ആദ്യം കാല് കുത്തിയത് ഞാനാണെങ്കിൽ ഈ മുറി എന്റേതാണ്, എന്റേതാണ്, എന്റേതാണ്. 3 തവണ പറഞ്ഞെന്ന് പറഞ്ഞ് ഇത് നിന്റെ മുറി ആവില്ല. ഈ മുറിയിൽ ആദ്യം നോട്ടം പതിഞ്ഞത് എന്റെയാ, അതുകൊണ്ട് ഇതെന്റെ മുറിയാ. അപ്പൻ ഇനി എന്ത് പറഞ്ഞാലും ശരി, ഇത് വിട്ടുതരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് നിന്റെ പിതൃസ്വത്തൊന്നും അല്ല കെട്ടിപ്പിടിച്ചിരിക്കാൻ. പിന്നെ കെട്ടിപ്പിടിച്ചിരിക്കാൻ തന്നിട്ടുണ്ടല്ലോ കുറെ ദാരിദ്ര്യം. എടാ, നിനക്ക് ഞാൻ ഉള്ളത് അതുപോലെ തന്നു. നീയോ ആകെയുള്ള ഈ മുറി പോലും എനിക്ക് തരാൻ മനസ്സില്ല. പിന്നെ ഞാൻ എവിടെ കിടക്കണമെന്നാ? ആ അടുക്കളയിലോട്ട് കയറുന്നിടത്ത് ഒരു കട്ടിലുണ്ടല്ലോ, അവിടെ പോയി കിടന്നോ. കൊണ്ട് നിന്റെ അപ്പനെ കിടത്തടാ. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞേ. നീ എന്റെ മോനുമല്ല, ഞാൻ നിന്റെ അപ്പനുമല്ല. എനിക്ക് നിന്നെ കളഞ്ഞു കിട്ടും. നിർത്തിരണ്ട്. ഇനി രണ്ടിന്റെ ശബ്ദം ഇവിടെ കേൾക്കരുത്. കുറെ നേരമായി സഹിക്കുന്നു. രണ്ടും എവിടെന്ന് വെച്ചാ കിടന്നോ. എനിക്ക് സ്വസ്ഥത വേണം. മനസ്സിലായോ? മനസ്സിലായോടോ മൂപ്പിലാനെ? അതിന് ഞാനല്ലല്ലോ, ഇവനല്ലേ. വാ തുറക്കരുത്. എവിടെയെങ്കിലും പോയി കിടക്കും, പട്ടിക്കൂട്ടിലോ തൊഴുത്തിലോ. പക്ഷെ എനിക്ക് ചെവിതല കേൾക്കണം. അപ്പനാണോ ചേച്ചിയാണോ ഈ വീടിന്റെ വാടക കൊടുക്കുന്നത്? അത് ഞാനല്ലേ. ആണോ? പെട്ടെന്ന് എനിക്കൊരു സംശയം പോലെ. ഏയ്, ഞാൻ തന്നെ. പിന്നെ ചിലത് പെണ്ണുങ്ങൾ പറയുന്നത് കേൾക്കണം. പെണ്ണുങ്ങൾ പറയുന്നത് കേൾക്കാത്ത വീരന്മാർക്ക് മൃത്യു വരെ സംഭവിച്ചിട്ടുണ്ട്. നിനക്കതറിയില്ല? എന്നാൽ ശരിയപ്പ, എല്ലാം പറഞ്ഞ പോലെ. എടാ മോനെ, അപ്പനോട് ഇച്ചിരിയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ. ഇല്ല അപ്പ, ഈ കാര്യത്തിൽ കുറവാ. പോടാ ലവലാതി. അല്ല അപ്പ, ഇതൊക്കെ ഏത് അപ്പൂപ്പന്മാര്? ലവന്റെ അപ്പൂപ്പന്മാരുടെ ആവും. ഏതവന്റെ? ഈ വീട് 750 രൂപയ്ക്ക് ചാർജ് തന്നില്ലേ, ആ അവന്റെ. ശരിക്കും? പോടാ മരമാക്രി. ഇതൊക്കെ ആരായാലും നമുക്കെന്താ? അതിവിടെ തൂങ്ങിക്കിടക്കുന്നതിൽ നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. എനിക്കുമില്ല. വീട് കണ്ടിട്ട് അവസാനത്തെ ആളുകൾ ഉപയോഗിച്ച ശേഷം ഇത് വൃത്തിയാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു. നമുക്ക് 750 മാത്രമല്ല, 8ന്റെ പണിയും കൂടെ ആലവരാതി തന്നിട്ട് പോയെ. ഇനി ഈ വീട് വൃത്തിയാക്കണം, അത്യാവശ്യ സാധനം വാങ്ങണം. അതെ, ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല. വാ, ജോലിയുണ്ട്. അപ്പോൾ ഈ മുറി എന്റേതാണേ? ഈ വീടും കൂടെ എടുത്തോ, നിന്റെ അപ്പന്റെ ആണല്ലോ. പിന്നെ സാധനം വാങ്ങാൻ പോകുമ്പോൾ ആ പെണ്ണിനെയും കൂടെ കൂട്ടിക്കോ. അറിയാത്ത നാടാ, ഒറ്റയ്ക്കിരുത്തണ്ട. മനസ്സിൻ മുറിയുടെ ജാലകമോ തുറന്നിടാം, നമുക്കീ ഉലകിൻ ജാതകമോ തിരുത്തിടാം. ചെറുവാടകയാലിളമാരുതനെ സഹയാത്രികനാക്കിടാം. മലയുടെ മാറുമറയ്ക്കാൻ ചേലയുടുക്കും മഞ്ഞു പുതച്ചിടാം. പിണങ്ങാതെ ഇണങ്ങിടാം, ഇറങ്ങാതെ. മടിക്കണ്ട, എടുത്തോ. മായിലേ കുയിലേ വെയിലേ മൂക്കിലേ. എന്താ അപ്പ ചേച്ചിയോട് മാത്രം എടുത്തോളാം പറഞ്ഞേ? നിന്റെ വാൽ വെട്ടിക്കാനുള്ള പ്ലാസ്റ്റർ മിണ്ടാതെ പോടാ അങ്ങോട്ട്. അപ്പാ, ഞാൻ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ അപ്പൊ 100 ദാരിദ്ര്യം പറയുമല്ലോ. നിനക്കിപ്പോൾ എന്താ വേണ്ടേ? കിൻഡർ ജോയ്. കിണ്ടി, പോടാ അങ്ങോട്ട്. അപ്പാ, നീലവാനിലെ പറവകളായിടാ. പിന്നെ ഒരു ടൂത്ത് ബ്രഷ്. 3 നമ്മൾ എടുത്തോളൂ. ദേ അടുത്തത്, ഇപ്പോൾ 5 ആയി. നീ രണ്ടും കൂടെ മാനത്ത് നോക്കിയില്ലേ സാധനങ്ങൾ എടുക്കുന്നേ? പിന്നെങ്ങനാ ഇതൊക്കെ ശ്രദ്ധിക്കുന്നേ? ഒരു പേസ്റ്റ്. എനിക്ക് നല്ല ഉറപ്പുണ്ട് പേസ്റ്റ് നമ്മൾ ഒന്നേ എടുത്തോളൂ. 3 സോപ്പ്, ഷാമ്പു. ചേച്ചിയാണ് ഷാമ്പു എടുത്തത്? ഞാനൊന്നുമല്ല. ഓഫർ കണ്ടോണ്ട് ഞാൻ എടുത്തിയ. എന്താ ഓഫർ? അവര് വെറുതെ എടുത്തോളാൻ പറഞ്ഞോ? നിനക്കൊക്കെ വേണ്ടുന്ന സാധനങ്ങളുണ്ടോ അത് നോക്കിയാ മതി. കൊടുത്ത കാശും ഈ സാധനങ്ങളും അങ്ങോട്ട് ടാലി ആവുന്നില്ലല്ലോ മൂപ്പിലാനെ. ആ ബില്ല് എവിടെ? ആ കടയിലെ സെക്യൂരിറ്റിക്കാരന് ഇല്ലാത്ത പ്രശ്നമാണല്ലോ നിനക്ക്. ഹായ് കിൻഡർ ജോയ്. ഇവൻ അപ്പ മോഷ്ടിച്ചോ? നിന്റെ അപ്പനാടാ. അതൊന്നുമില്ല ഞാനും ചോദിച്ചത്.
സോറി ചേച്ചി, ഞാനിത് ഫുള്ള് കഴിക്കുവാണേ. എനിക്ക് വേണ്ട. ഡാ എഴുന്നേറ്റ് പിന്നെ അണ്ടർവെയർ കഴുകിടാം. അപ്പാ ചേച്ചിയുടെ മുന്നിൽ വെച്ചാണോ അണ്ടർവെയർ എന്നൊക്കെ പറയുന്നത്? എന്നാൽ വത്സന പുത്ര, പോയി പുത്രന്റെ കോണകങ്ങൾ ഒന്ന് കഴുകിയിടാമോ? ഇതിലും ഭേദം അണ്ടർവെയർ ആയിരുന്നു. ഞാൻ ഈ കിൻഡർ ജോയ് കഴിച്ചിട്ട് കഴുകിയിടാം. അല്ലെങ്കിൽ അപ്പൊ തന്നെ കഴുകിയിട്. പോയി നിന്റെ തന്തയോട് പറയണം. ചേച്ചി പേടിക്കണ്ട, ആദ്യമായിട്ടായോണ്ട. 2-3 ദിവസം ആകുമ്പോഴേക്കും ചേച്ചിക്ക് ശീലമായിക്കോളും. നിന്റെ കിന്നാരം കഴിഞ്ഞില്ലേടാ, അത് പുഴു അരിക്കുന്നതിന് മുന്നേ എണീറ്റ് പോയി കഴുകിയിടണം മാറി. കൊച്ചേ ദേ ഇതൊക്കെ ഒന്ന് സാമ്പാറിന് അരിഞ്ഞു തന്നെ. സാമ്പാറിനെന്ന് പറയുമ്പോൾ എങ്ങനെ? സാമ്പാറിൽ കഷ്ണങ്ങൾ കിടക്കുന്നത് കണ്ടിട്ടില്ലേ? ഹോസ്റ്റലില് എല്ലാം വെട്ടിത്തുണ്ടാക്കിയാ തന്നിരുന്നേ. എനിക്ക് സാമ്പാറിലെ കഷ്ണം ഇഷ്ടമല്ലാത്തത് കൊണ്ട് വീട്ടിലെല്ലാം അടിച്ചു കലക്കിയാ തന്നുകൊണ്ടിരുന്നേ. അതുകൊണ്ട് കഷ്ണത്തിന്റെ ഷേപ്പൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. അപ്പോൾ അടുക്കളയിലേക്കൊന്നും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ഒരുത്തരെ കൊണ്ട് പണ്ടേ ഗുണമില്ല. ഒരു പെൺകൊച്ചിനെ കിട്ടിയപ്പോൾ അല്പം സമാധാനം കിട്ടുമെന്ന് വിചാരിച്ചു. അതും തെറ്റി. ഇങ്ങ് തന്നേരെ ഒളിച്ചേ. അതെ, ആ കൊച്ചു ഷെൽഫിൽ കുറെ ബാലകനെയും കളിക്കുടുക്കൊക്കെ ഇരിക്കുന്ന കണ്ടു. കൊച്ചതൊക്കെ വായിച്ചിരുന്നു. ഭക്ഷണം ആകുമ്പോൾ ഞാൻ വിളിച്ചേക്കാം. എന്റെ ജീവിതം അടുക്കളയിൽ പുകച്ചു പുകച്ചു തീരത്തേ ഉള്ളൂ. അതിനിവിടെ ഗ്യാസ് എടുപ്പല്ലേപ്പാ? നീ പോയില്ലേ? കാശ് കൊടുത്ത് വാങ്ങുന്നത് ഈ മത്തങ്ങൻ തന്നെ തലക്കിട്ട് എറിയുന്നില്ല. പൊക്കോണം എന്റെ മുന്നിൽ നിന്ന്. അപ്പൻ ചോദിക്കണം അങ്ങോട്ട്. അതെ, പിന്നെ ചേച്ചി, നമുക്ക് മാസം വാടക കൊടുക്കണം, ആഹാരം, യാത്ര, അങ്ങനെ ചിലവുണ്ടല്ലോ. എന്താ എന്റെ ചെലവിനുള്ളത് ഞാൻ തരണോ? അതല്ല ഞാൻ പറഞ്ഞു വന്നത്, ഈ ചെലവിനൊക്കെ കാശ് വേണമല്ലോ. കാശിന് ജോലി ചെയ്യണമല്ലോ. കന കൊച്ചെ, നാളെ തൊട്ട് ഞാനും ഇവരും എവിടെയെങ്കിലും ജോലി തപ്പി പോകും. ജോലി നാളെ തന്നെ കിട്ടാതിരിക്കാം. എന്തായാലും ഞങ്ങൾ നാളെ മുതൽ പകൽ നേരത്തെ ഇവിടെ കാണില്ല. കൊച്ചിനെ ഇവിടെ ഒറ്റയ്ക്കാക്കി പോകാനും പറ്റില്ല. അതുകൊണ്ട് ബാക്കി പറയണം. ഇത്രയും പറയാമെങ്കിൽ ബാക്കിയും പറഞ്ഞൂടെ? അതായത് ചേച്ചിയും ഞങ്ങളോടൊപ്പം വരണം. ഞാൻ വന്നിട്ട് എന്ത് ചെയ്യാനാ? ഞങ്ങളോടൊപ്പം കൊച്ചിനും ഒരു ജോലി ഒപ്പിക്കാം. നോക്കാം. അങ്ങനെയാണെങ്കിൽ ചേച്ചി നാളെ അപ്പന്റെ കൂടെ കൂടിക്കോ. അപ്പന് ജോലി കിട്ടുന്നിടത്ത് ചേച്ചിക്കും കൂടെ അപ്പനെ ഒപ്പിക്കും. അതാവുമ്പോൾ നമുക്ക് പിന്നെ ചേച്ചിയെ പറ്റി ആലോചിച്ച് ടെൻഷൻ ആകണ്ടല്ലോ. അപ്പോൾ നീയോ? ഞാൻ വേറെ ജോലി. ഞാൻ ഇനി ഈ പെണ്ണിനെ കൊണ്ട് എങ്ങോട്ടേക്കും ഇല്ല. എനിക്കിവിടെ ജോലി കിട്ടാതാവും. ഓരോരുത്തരുടെ കയ്യും കാലും പിടിച്ച് ഒരു ജോലി ഒപ്പിച്ച് കയറുമ്പോൾ ഓരോരോ മണ്ടത്തരം കാണിച്ച് ഇവിടെ അങ്ങ് നശിപ്പിക്കും. എത്ര ഇടത്തുനിന്നാണോ ഇന്ന് ഞങ്ങളെ ഇറക്കി വിട്ടത്? അത് പിന്നെ എനിക്ക് അറിയാവുന്നതല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുമോ? കൃത്യമായിട്ട് സാധനങ്ങൾ നശിപ്പിക്കാൻ നിനക്കറിയാലോ. സോപ്പ് കാരണം പ്ലേറ്റ് കയ്യിൽ നിന്ന് തെന്നിപ്പോയതല്ലേ ഞാൻ എന്ത് ചെയ്യാനാ? അപ്പോൾ ആ നിലം തുടച്ചപ്പോഴും അത് പിന്നെ പാല് കുപ്പിയൊക്കെ തറയിലാണോ വെക്കേണ്ടത്? കുപ്പിയുടെ അടപ്പ് തുറക്കുമ്പോൾ മനസ്സിലാവില്ല കൊച്ചെ. എന്താ കാര്യം?
ലോഷനാണെന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന പാലെടുത്ത് വെള്ളത്തിലൊഴിച്ച് തറ തുടയ്ക്കാൻ പോയി. എനിക്ക് ലോഷന്റെ മണം ഇഷ്ടമല്ല, അതുകൊണ്ട് മണത്ത് നോക്കിയില്ല. പാലും ഉപ്പിയൊക്കെ ആരെങ്കിലും തറയിൽ കൊണ്ടുവയ്ക്കുവോ? മിണ്ടരുത്. ഓരോന്നും കാട്ടിക്കൂട്ടിയിട്ട് ഞാനിനി നിന്നെ ഒരു രൂപക്കൂട്ടിൽ പ്രതിഷ്ഠിച്ചു വെക്കാം. അതെന്തിനാ? പിന്നെ എന്ത് ചെയ്യാനാ? എന്റെ കൂടെ കൊണ്ടുപോയിട്ട് കണ്ടില്ലേ, എന്റെ ജോലിയും കൂടെ കളഞ്ഞു. വീട്ടിലിരുത്തിയിട്ട് പോകാനും പറ്റില്ലല്ലോ. എനിക്കറിയാവുന്ന പണിയിലേ എനിക്ക് ചെയ്യാൻ പറ്റൂ. അടുക്കള കാര്യങ്ങളൊന്നും ഞാൻ ശീലിച്ചിട്ടില്ല. എന്നെ അങ്ങനെയൊന്നും ശീലിപ്പിച്ചിട്ടില്ല. പെണ്ണെ, അപ്പം മതി, നിർത്ത്. ഒരു കാര്യം ചെയ്യാം, ചേച്ചിയെ നാളെ മുതൽ ഞാൻ കൊണ്ടുപോകാം. ഓ, ആദ്യമായിട്ട് നിന്നെ കൊണ്ട് ഒരു ഉപകാരമുണ്ട്. രക്ഷാധികാരി ഉത്തരവാദിത്വം ഏറ്റെടുത്ത സ്ഥിതിക്ക് ഇനി അങ്ങോട്ടുള്ള ഈ പെണ്ണിന്റെ കാര്യങ്ങളും നോക്കിക്കോണം. അതെ മൂപ്പിലാനെ, എന്നെ ആരും നോക്കിയൊന്നും വേണ്ട. എന്നെ നോക്കാൻ എനിക്കറിയാം. ഓ, നാക്കൊക്കെ ഉണ്ടല്ലേ? ആ തമിഴന്മാരെന്റെ നെഞ്ചത്തേക്ക് കയറിയപ്പോൾ ഈ നാക്ക് ഞാൻ കണ്ടില്ല. എനിക്ക് തമിഴ് അറിയാത്തോണ്ടാ. ഒലയ്ക്ക രക്ഷാധികാരി വിളിച്ചോണ്ട് പോടാ. ചേച്ചി വന്നേ, ഈ അപ്പനോട് നമുക്ക് കൂട്ടുകൂടണ്ട. അയ്യേ, പൊക്ക രണ്ടും. എന്റെ ദൈവമേ, നിന്നതും വന്നതും എല്ലാം കണക്കാണല്ലോ. ഒന്ന് പോരാഞ്ഞിട്ടാവും അടുത്തതിനും കൂടെ തന്നെന്നെ കുരങ്ങ് കളിപ്പിക്കുന്നത്. അപ്പോൾ നാളെ ഞാൻ നിന്റെ കൂടെയാണോ വരേണ്ടത്? അപ്പൻ പറഞ്ഞതൊന്നും കേട്ടില്ലാന്നുണ്ടോ? എടാ കൊച്ചിയിറക്ക, എനിക്ക് അടുക്കള കാര്യങ്ങളൊന്നും പറ്റില്ല. അതുകൊണ്ട് അമ്മാതിരി ജോലിയൊന്നും ഒപ്പിച്ചു തരല്. അയ്യേ, ചേച്ചി കണ്ടില്ലേ, എനിക്കും പറ്റില്ല. അതല്ലേ ഞാൻ അപ്പന്റെ കൂടെ പോകാഞ്ഞത്. അപ്പോൾ പിന്നെ നീ എന്താ ചെയ്യുന്നത്? അല്ല, നിനക്ക് ജോലിയായോ? ജോലിയൊക്കെ നമ്മൾ സെറ്റ് ആക്കില്ലേ? എന്ത് ജോലിയാ? നമ്മള് മൾട്ടി ടാസ്കിങ്ങിന്റെ ആളാ. മൾട്ടി ടാസ്കിങ്ങോ? തന്നെ. दम दर मस्त मस्त दर दम दर मस्त मस्त दर सुन मेरे हमदम ओ हमदम बिन